ബഹ്റിനിൽ വേനൽക്കാല തൊഴിൽ നിരോധന നിയമം ലംഘിച്ച കമ്പനികൾക്കെതിരെ അധികൃതർ നടപടി ആരംഭിച്ചു. 40 ഇൻസ്പെക്ടർമാരെയാണ് പരിശോധനകൾക്കായി തൊഴിൽ മന്ത്രാലയം നിയോഗിച്ചത്. ബഹ്റിനിൽ തൊഴിൽ നിരോധനം നിലവിൽ വന്ന് രണ്ടാഴ്ചയാകുമ്പോൾ 15 കമ്പനികൾ നിയമലംഘനം നടത്തിയതായി തൊഴിൽ മന്ത്രാലയം കണ്ടെത്തി. ഈ 15 കമ്പനികളിൽ നിന്നുമായി 33 തൊഴിലാളികളെയാണ് നിരോധിത സമയത്ത് ജോലി ചെയ്തതായി കണ്ടെത്തിയത്. നിയമലംഘനം കണ്ടെത്തിയ 15 കമ്പനികൾക്കെതിരെ പിഴ ചുമത്തിയതായി തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണിവരെയാണ് തൊഴിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 40 ഇൻസ്പെക്ടർമാരെയാണ് തൊഴിൽ സൈറ്റുകളിൽ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. നിയമം ലംഘിക്കുന്നവർക്ക് 3 മാസം വരെ തടവ് ശിക്ഷയും 500 മുതൽ 1000 ദിനാർ വരെ പിഴയും നൽകാൻ വ്യവസ്ഥയുണ്ട്. ഇലക്ട്രിസിറ്റി, വാട്ടർ അതോറിറ്റി വകുപ്പുകൾ തുടങ്ങി അവശ്യ സേവന വിഭാഗങ്ങൾക്ക് സമയ നിയന്ത്രണത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനും തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങിയിരിക്കണം. കൺസ്ട്രക്ഷൻ സൈറ്റുകൾക്കു മാത്രമല്ല, പുറത്ത് സൂര്യതാപം നേരിട്ടേൽക്കുന്ന ഏത് ജോലി ചെയ്യുന്നവർക്കും നിരോധനം ബാധകമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം 99% തൊഴിലുടമകളും നിയമം പാലിച്ചിട്ടുണ്ടെന്ന് പരിശോധനകളിൽ വ്യക്തമായി. 106 സ്ഥാപനങ്ങളിലായി 235 തൊഴിലാളികളാണ് നിയമം ലംഘിച്ചത്. 10,035 പരിശോധനകളാണ് കഴിഞ്ഞ വർഷം നടത്തിയത്. നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു ശേഷം സൂര്യാഘാതം മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. വേനൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ ടയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അബുദാബി പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ചക്രങ്ങളിലുണ്ടാവുന്ന ചെറിയ കേടുപാടുകൾ പോലും വേനൽക്കാലത്ത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്നതിനാലാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് ടയർ പൊട്ടിയും കത്തിയും മാത്രം 28ഓളം അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 14 പേരുടെ മരണത്തിനും 7 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കാനും കാരണമായിരുന്നു. അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി നിർദ്ദേശങ്ങളാണ് വാഹന ഉപഭോക്താക്കൾക്ക് പോലീസ് നൽകുന്നത്. ഓരോ തവണ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പും നടത്തേണ്ട വാഹന പരിശോധനയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വാഹനങ്ങളുടെ ടയറുകളിൽ ആവശ്യത്തിന് മർദ്ദമുണ്ടെന്നും മറ്റ് കേടുപാടുകൾ ഒന്നും തന്നെയില്ലെന്നും ആദ്യമേ ഉറപ്പുവരുത്തണം. ദീർഘദൂര യാത്രയ്ക്കും ഹൈവേ യാത്രകൾക്കും മുമ്പ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നിർബന്ധമായി നടത്തിയിരിക്കണമെന്നും അബുദാബി പോലീസ് അധികൃതർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, അബുദാബി. അബുദാബി സിവിൽ ഡിഫൻസ് കേന്ദ്രങ്ങളുടെ പുതിയ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സിവിൽ ഡിഫൻസ് വിഭാഗം ജനറൽ കമാൻഡർ അനുമതി നൽകി. അഗ്നിശമന കേന്ദ്രങ്ങളുടെ ഭരണരീതികളും പ്രവർത്തന സംവിധാനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കുക വഴി സേവനങ്ങൾ കുറഞ്ഞ സമയത്ത് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതിനൂതനവും അന്താരാഷ്ട്ര നിലവാരവുമുള്ള അഗ്നിശമന സംവിധാനങ്ങളുടെ ഉപയോഗമടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ മുഹമ്മദ് അബ്ദുള്ള അൽ നുഐമിയാണ്. ജീവനക്കാരുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രത്യേക സംവിധാനമൊരുക്കും. എന്റെ കേന്ദ്രം എന്റെ ഉത്തരവാദിത്വം എന്ന ആശയത്തിലാണ് ഇവ ഓരോന്നും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ വെല്ലുവിളികൾ മുൻകൂട്ടി പരിശോധിക്കുക, പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. മാതൃഭൂമി ന്യൂസ്, അബുദാബി. സൗദിയിലെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തി നഗരമായ നജ്റാനിൽ ഇന്ത്യൻ തൊഴിലാളികൾ മരിക്കാനിടയായ അഗ്നിബാധ അന്വേഷിക്കാൻ ഗവർണർ ഉത്തരവിട്ടു. ഇന്നലെ പുലർച്ചെയാണ് 3 മലയാളികൾ ഉൾപ്പെടെ 11 ഇന്ത്യൻ തൊഴിലാളികൾ മരിച്ചത്. സുരക്ഷാ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത കെട്ടിടങ്ങളിൽ സ്വകാര്യ കമ്പനികൾ തൊഴിലാളികളെ പാർപ്പിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന് ഗവർണർ അമീർ ജലവീബ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മുസാഅദ് പറഞ്ഞു. നിയമലംഘനം തടയുന്നതിന് നഗരസഭയും സിവിൽ ഡിഫൻസും ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. അഗ്നിബാധ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനും ഗവർണർ ഉത്തരവിട്ടു. സിവിൽ ഡിഫൻസ്, നഗരസഭ, തൊഴിൽ മന്ത്രാലയം എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട വിദഗ്ധ സമിതി നജ്റാൻ ഗവർണറേറ്റിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തും. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ ഏറ്റവും മികച്ച സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. താമസയോഗ്യമല്ലാത്ത കെട്ടിടങ്ങളിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ തൊഴിലാളികളെ പാർപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ഗവർണർ നിർദ്ദേശം നൽകി. അഗ്നിബാധയുടെ വിശദാംശങ്ങൾ നജ്റാൻ സിവിൽ ഡിഫൻസ് ഡയറക്ടർ ബ്രിഗേഡിയർ ഗാസി ബിൻ ഗറമുല്ല അൽ ഗാംദി ഗവർണർ അമീർ ജലവീബ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മുസാഅദിനെ നേരിൽ കണ്ട് അറിയിച്ചു. തുടർന്നാണ് സംഭവത്തിൽ അന്വേഷണം നടത്താൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർ ഉത്തരവിട്ടത്. ദുരന്തത്തിൽ മരിച്ച തിരുവനന്തപുരം വർക്കല ബൈജു രാഘവൻ ശങ്കരൻ, തിരുവനന്തപുരം കടയ്ക്കാവൂർ കാമ്പലൻ സത്യൻ, മലപ്പുറം വള്ളികുന്ന് കോട്ടശ്ശേരി ശ്രീജിത്ത് എന്നിവരുടെ മൃതദേഹം നജ്റാൻ കിങ് ഖാലിദ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, റിയാദ്.
GCC രാജ്യങ്ങളുമായി ഖത്തർ 2013-ലും 2014-ലും ഒപ്പുവെച്ച കരാർ രേഖകൾ CNN പുറത്തുവിട്ടു. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിനാണ് കഴിഞ്ഞ മാസം ഖത്തറുമായുള്ള ബന്ധം സൗദി, UAE, ബഹ്റൈൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ വിച്ഛേദിച്ചത്. എന്നാൽ രഹസ്യമായിരുന്ന കരാർ വ്യവസ്ഥകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഖത്തറും ഇതര ഗൾഫ് രാജ്യങ്ങളും ഒപ്പുവെച്ച കരാർ കോപ്പികളും അതിന്റെ ഉള്ളടക്കവുമാണ് CNN പുറത്തുവിട്ടത്. ഗൾഫ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത്, ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ധനസഹായവും രാഷ്ട്രീയ അഭയവും നൽകരുത്, ഗൾഫിലെയും അറബ് രാജ്യങ്ങളിലെയും വിമതരെ പ്രോത്സാഹിപ്പിക്കരുത്, മറ്റു രാഷ്ട്രങ്ങൾ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചവർക്ക് ഖത്തർ പൗരത്വം നൽകരുത് എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. ഖത്തറുമായി കരാർ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് സൗദി അറേബ്യയും ബഹ്റൈനും UAEയും വ്യക്തമാക്കിയിരുന്നുവെങ്കിലും വ്യവസ്ഥകൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വ്യവസ്ഥകൾ പുറത്തു വന്നതോടെ രണ്ട് കരാറുകളും ഖത്തർ ലംഘിച്ചതായി വ്യക്തമായതായി സൗദിയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചു. 2013-ൽ ഒപ്പുവെച്ച കരാർ പാലിക്കാത്തതിനെ തുടർന്ന് 2014-ൽ സൗദി, UAE, ബഹ്റൈൻ എന്നീ രാഷ്ട്രങ്ങൾ ഖത്തറിൽ നിന്ന് അംബാസഡർമാരെ പിൻവലിച്ചിരുന്നു. തുടർന്ന് ഒപ്പുവെച്ച രണ്ടാമത്തെ കരാറിന് ശേഷമാണ് 3 രാജ്യങ്ങളും അംബാസഡർമാരെ വീണ്ടും നിയമിച്ചത്. ഖത്തർ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 13 ഉപാധികൾ സൗദി സഖ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഖത്തർ തയ്യാറാകാത്തതിനെ തുടർന്ന് കുവൈത്തിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന അനുരഞ്ജന ശ്രമവും വിജയം കണ്ടിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, റിയാദ്. മൊസൂളിലെ അഭയാർത്ഥികൾക്കുള്ള സഹായം തുടരുമെന്ന് കുവൈത്ത് റെഡ് ക്രോസ് സൊസൈറ്റി. പട്ടിണിയിലായ 10,000-കണക്കിന് അഭയാർത്ഥികൾക്ക് തുടക്കം മുതൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നും വെള്ളവും എത്തിച്ച കുവൈത്തിനോടുള്ള കടപ്പാട് ഇറാഖി അധികൃതർ അറിയിച്ചു. 30 ടൺ ഭക്ഷ്യവസ്തുക്കളാണ് ഇന്ന് മൊസൂളിൽ കുവൈത്തിലെ വോളണ്ടിയർമാർ വിതരണം ചെയ്തത്. ഇറാഖിലെ മൊസൂളിൽ 30 ടൺ ഭക്ഷ്യവസ്തുക്കൾ ഇന്ന് രാവിലെ എത്തിച്ചതായി റോണാഹി ഫൗണ്ടേഷൻ പബ്ലിക് റിലേഷൻസ് ഓഫീസർ സാലെ മെഹദിയാണ് അറിയിച്ചത്. കുവൈത്ത് റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച 30 ടൺ ഭക്ഷ്യവസ്തുക്കളാണ് മൊസൂളിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്തത്. വെള്ളം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ അടങ്ങിയ കിറ്റുകളാണ് ദുരിതമേഖലകളിൽ റോണാഹി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ എത്തിച്ചത്. മൊസൂളിൽ യുദ്ധത്തെ തുടർന്ന് അനാഥരായ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും അത്യാവശ്യമുള്ള മരുന്നും മറ്റ് ഭക്ഷ്യവസ്തുക്കളുമായി സഹായമെത്തിച്ച കുവൈത്തിനോടുള്ള കടപ്പാടും സാലെ മെഹദി വ്യക്തമാക്കി. യുദ്ധാനന്തരം എല്ലാം നഷ്ടപ്പെട്ട 10,000-കണക്കിന് കുടുംബങ്ങളാണ് ദിവസങ്ങളായി പട്ടിണിയിലായത്. ഇവർക്ക് അത്യാവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും വെള്ളവും എത്തിക്കുന്നതിന് കുവൈത്ത് റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി വോളണ്ടിയർമാരാണ് രാവും പകലും അവിടെ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ മൊസൂളിനെ മോചിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ആരംഭിച്ചതു മുതൽ നിരന്തരമായി കുവൈത്തിൽ നിന്നും എത്തിക്കുന്ന അത്യാവശ്യ ഭക്ഷ്യവസ്തുക്കളും മരുന്നും വെള്ളവുമാണ് അഭയാർത്ഥികൾക്ക് ആശ്വാസമായതെന്നും സാലെ മെഹദി പറഞ്ഞു. എന്നാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് കുവൈത്തിന്റെ സഹായം തുടർന്നും എത്തിക്കുമെന്ന് റെഡ് ക്രസന്റ് സൊസൈറ്റിയും വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. കുവൈത്തിൽ താപനില കുതിച്ചുയരുന്നു. വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലെത്തി. വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി കൂടുതൽ വേണ്ടിവരുന്ന സാധാ ബൾബുകൾക്കും ഹാലജൻ ബൾബുകൾക്കും മിനറൽ ഹാലൈഡ് ബൾബുകൾക്കും ഓഗസ്റ്റ് 1 മുതൽ നിരോധനം ഏർപ്പെടുത്തി. വൈദ്യുതി ഉപയോഗം വളരെ കുറവുള്ള LED എനർജി സേവർ ബൾബുകൾ മാത്രമേ ഓഗസ്റ്റ് 1 മുതൽ ഇറക്കുമതിക്കും വിൽപ്പനയ്ക്കും അനുമതിയുള്ളൂ. താപനില കുതിച്ചുയരുന്നതിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗം റെക്കോർഡ് ഭേദിച്ചതായി കുവൈത്ത് വൈദ്യുതി മന്ത്രാലയം വെളിപ്പെടുത്തി. ഇതേ തുടർന്ന് വൈദ്യുതി ഉപയോഗം കൂടുതൽ വേണ്ടിവരുന്ന ബൾബുകൾ ഇറക്കുമതി ചെയ്യുന്നതും വിൽക്കുന്നതിനും സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി. നിരോധനം ആഗസ്റ്റ് 1-ന് പ്രാബല്യത്തിൽ വരുമെന്നും വർദ്ധിച്ച വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമാണ് നിലവിലുള്ള സാധാ ബൾബുകൾ, ഹാലജൻ ബൾബുകൾ, മെറ്റൽ ഹാലൈഡ് ബൾബുകൾ എന്നിവയ്ക്കാണ് നിരോധനം. വൈദ്യുതി ഉപയോഗം വളരെ കുറവുള്ള LED എനർജി സേവർ വിഭാഗത്തിലുള്ള ബൾബുകൾ മാത്രമേ ഓഗസ്റ്റ് 1 മുതൽ ഇറക്കുമതിക്കും വിൽപ്പനയ്ക്കും അനുവദിക്കുകയുള്ളൂ. മാർക്കറ്റിൽ നിലവിലുള്ള ബൾബുകൾക്ക് വലിയ തോതിൽ വൈദ്യുതി വേണ്ടിവരുന്നതിനാലാണ് നിരോധനം. 12 വോൾട്ടും 50 വോൾട്ട്സുമുള്ള ഹാലജൻ ബൾബിന് പകരം 3 വോൾട്ട്സുള്ള LED ബൾബിന് വൈദ്യുതി വളരെ കുറഞ്ഞ തോതിൽ മതിയാകും. കൂടാതെ കൂടുതൽ വെളിച്ചവും ലഭ്യമാകും. അതേസമയം രാജ്യത്തെ വൈദ്യുതി ഉപയോഗം റെക്കോർഡിലെത്തിയിരിക്കുകയാണെന്ന് വൈദ്യുതി മന്ത്രാലയം അറിയിച്ചു. താപനില കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 51 ഡിഗ്രി സെൽഷ്യസിൽ തുടരുകയാണ്. ഉച്ചസമയത്ത് 13,812 മെഗാവാട്ട് വൈദ്യുതി വേണ്ടിവരുന്നു. എന്നാൽ മൊത്തം വൈദ്യുതി ഉൽപാദനശേഷി അതിലും വളരെ കുറവാണ്. താപനില ഉയരുന്നതനുസരിച്ച് വൈദ്യുതി ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് കർശനമായ നടപടിയുമായി വൈദ്യുതി മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. പാഠ്യപദ്ധതിയിൽ പെൺകുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചു. വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് അടുത്ത വർഷം മുതൽ പെൺകുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. സൗദി അറേബ്യയിലെ ഗേൾസ് സ്കൂളുകളിൽ അടുത്ത വർഷം മുതൽ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഈസ ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശരീഅത്ത് നിയമങ്ങൾക്കും രാജ്യത്തിന്റെ സംസ്കാരത്തിനും അനുയോജ്യമായ വിധം കായിക പരിശീലനം സ്കൂളുകളിൽ നടപ്പിലാക്കും. വിദ്യാലയങ്ങളിൽ നിലവിലുള്ള സ്ഥലവും സൗകര്യങ്ങളും ഇതിനായി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കായിക വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ മേൽനോട്ട ചുമതല
വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹയ ബിന്ദ് അബ്ദുൽ അസീസ് അൽ അവാദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്കായിരിക്കും. കായിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരെ പരിശീലിപ്പിക്കുന്നതിന് സർവകലാശാലകളുടെ സഹായം തേടും. രാജ്യത്തെ പെൺകുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് ഷൂറ കൗൺസിൽ വനിതാ അംഗങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വിദഗ്ധ സമിതിയെ പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ചു. ഇവരുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പെൺകുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഈസ ഉത്തരവിട്ടത്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സൗദി അറേബ്യയിലെ റെയിൽ ശൃംഖല വികസിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര കമ്പനികളുടെ സഹകരണത്തോടെ കൺസോർഷ്യം രൂപീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി. സ്വകാര്യ പങ്കാളിത്തത്തോടെ ഗതാഗത മേഖലയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ദേശീയ അന്തർദേശീയ കമ്പനികളുടെ പങ്കാളിത്തം പ്രയോജനപ്പെടുത്തി റെയിൽവേ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനാണ് കൺസോർഷ്യം രൂപീകരിക്കുന്നത്. പുതുതായി രൂപീകരിക്കുന്ന കൺസോർഷ്യത്തിന് കീഴിൽ റെയിൽവേ ശൃംഖല വികസിപ്പിക്കുകയും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യും. റിയാദ് ദമാം റെയിൽവേ വികസനം, വടക്കൻ റെയിൽ പാതകളിൽ പാസഞ്ചർ സർവീസുകൾ എന്നിവ ആരംഭിക്കുകയും ചെയ്യും. ചെങ്കടൽ തീരത്തെയും അറേബ്യൻ ഉൾക്കടൽ തീരത്തെയും തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽപാത നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികളും കൺസോർഷ്യം ലക്ഷ്യം വെക്കുന്നുണ്ട്. റെയിൽവേ പദ്ധതികളിൽ കൺസോർഷ്യത്തിന്റെ ഭാഗമാകാൻ വൻകിട കമ്പനികളെ സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി ക്ഷണിച്ചു. വിഷൻ 2030ന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൺസോർഷ്യം രൂപീകരിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയും പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ സുലൈമാൻ അൽ ഹംദാൻ പറഞ്ഞു. റെയിൽവേയിൽ സ്വകാര്യ പങ്കാളിത്തം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പ്രാഥമിക നടപടികൾ നാഷണൽ സെന്റർ ഫോർ പ്രൈവറ്റൈസേഷൻ തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തം സ്ഥാപിക്കുന്നതോടെ രാജ്യത്തെ റെയിൽവേയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനും ചെലവുകൾ കുറയ്ക്കാനും കഴിയുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ചരക്കു സേവന നികുതിയെക്കുറിച്ചുള്ള ചർച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. GSTയുടെ ഗുണദോഷങ്ങൾ ചർച്ചയിൽ വിശദീകരിച്ചു. സമാജം സാഹിത്യ വിഭാഗം പ്രസംഗവേദിയുടെ നേതൃത്വത്തിൽ ചരക്ക് സേവന നികുതിയെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. ദേശീയ തലത്തിൽ ഒരൊറ്റ നികുതി എന്ന ആശയവുമായി ചരക്ക് സേവന നികുതി ഈ മാസം 1-ാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ എക്സൈസ്, വാറ്റ്, വിൽപ്പന നികുതി എന്നിവ ഇല്ലാതായി. പുതിയ സംവിധാനത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും സംശയങ്ങൾ ആരായാനുമായിട്ടാണ് പ്രസംഗവേദിയുടെ നേതൃത്വത്തിൽ കേരളീയ സമാജം ഹാളിൽ ചർച്ച സംഘടിപ്പിച്ചത്. സമാജം മുൻ പ്രസിഡന്റ് വർഗീസ് കാരക്കൽ, BFC ട്രഷറി ഹെഡ് ലെനി P. മാത്യു, ദാദാഭായ് ഗ്രൂപ്പ് ഫിനാൻസ് ഡയറക്ടർ സുരേഷ് നായർ എന്നിവർ ചേർന്നാണ് ചർച്ച നയിച്ചത്. ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് എങ്കിലും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ പോസിറ്റീവായി കാണുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടു. സാധാരണക്കാരനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ പിന്നെ ചില തീരുമാനങ്ങൾ, പൊതുവായ ചില തീരുമാനങ്ങൾ എടുത്ത് അതൊക്കെ പിന്നെ സംസ്ഥാന ഗവൺമെന്റുകളുടെ അഭിപ്രായങ്ങൾ 90% മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ അങ്ങനെ പറ്റുള്ളൂ. കാരണം എല്ലാവരുടെയും കൂടെ ഒരു പിന്നെ യോജിപ്പോടുകൂടെ മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പോസിറ്റീവ് വശം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോസിറ്റീവായി ഇടപെടുന്നു. GST ഇന്ത്യയിൽ നടപ്പാക്കിയ രീതിയെക്കുറിച്ചും ഇതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ചും GST ശരാശരി ഉപഭോക്താവിനെ ബാധിക്കുന്ന രീതികളെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്തു. നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി NK വീരമണി, സാഹിത്യ വിഭാഗം സെക്രട്ടറി KC ഫിലിപ്പ്, കൺവീനർ ജോയ് വെട്ടിയാടൻ എന്നിവർ സംസാരിച്ചു. പരിപാടി ജയശ്രീ സോമനാഥ് നിയന്ത്രിച്ചു. ജോയിന്റ് കൺവീനർ മനോജ് നന്ദി രേഖപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ കാണാനും മുകളിൽ കയറാനും സാധിക്കാത്തവർക്ക് ഒരു സുവർണാവസരം. നിങ്ങൾ UAE നിവാസിയാണോ? മെട്രോയിൽ യാത്ര ചെയ്യാറുണ്ടോ? എങ്കിൽ ഏകദേശം പകുതി നിരക്കിൽ ഇനി ബുർജ് ഖലീഫ കാണാം. MRഉം റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്നാണ് പുതിയ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് UAEയിലെ താമസക്കാർക്ക് അറ്റ് ദി ടോപ്പ് എന്ന ബുർജ് ഖലീഫയിലെ നിരീക്ഷണ കേന്ദ്രം 65 ദിർഹം നിരക്കിൽ സന്ദർശിക്കാം. 125 ദിർഹമാണ് അറ്റ് ദി ടോപ്പ് സന്ദർശിക്കാനുള്ള സാധാരണ നിരക്ക്. UAEയിലെ താമസക്കാർക്ക് എമിറേറ്റ്സ് ID കാണിച്ചാൽ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഡിസ്കൗണ്ട് വൗച്ചർ ലഭിക്കും. വൗച്ചറുകൾ ദുബായിലെ 47 മെട്രോ സ്റ്റേഷനുകളിലും ലഭ്യമാണ്. ഇങ്ങനെ ലഭിക്കുന്ന വൗച്ചറും എമിറേറ്റ്സ് IDയും ദുബായ് മാളിലെ ബുർജ് ഖലീഫയുടെ അറ്റ് ദി ടോപ്പ് കൗണ്ടറിൽ കാണിച്ചാൽ നിരക്കിളവ് ലഭ്യമാകും. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സന്ദർശന സമയത്താണ് ഈ ആനുകൂല്യം ലഭിക്കുക.
അൽ ഐനിൽ 17 ദശലക്ഷം ദിർഹത്തിന്റെ സാമൂഹിക വികസന പദ്ധതി നടപ്പാക്കും. ജനസംഖ്യാ വർധനവിന് ആനുപാതികമായി മികച്ച സാമൂഹിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന സുസ്ഥിര വികസന പദ്ധതികളാണ് അൽ ഐൻ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുക. വടക്കൻ അൽ യാഹർ, അഷർജ് എന്നിവിടങ്ങളിൽ പുതിയ മാർക്കറ്റ് സമുച്ചയമാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യം നിർമ്മിക്കുകയെന്ന് അൽ ഐൻ മുനിസിപ്പാലിറ്റി സൂപ്പർവൈസർ പറഞ്ഞു. ഇതിന്റെ നിർമ്മാണ കരാർ സ്വന്തമാക്കാനുള്ള അവസരം ഓഗസ്റ്റ് അവസാനം വരെയാണ്. നൂതന ശൈലികൾ അവലംബിച്ചുകൊണ്ടുള്ള നിർമ്മിതിയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കായിക കേന്ദ്രങ്ങളുടെ നിർമ്മാണവുമെല്ലാം മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയിൽ ഉൾപ്പെടും. താൽപ്പര്യമുള്ള സ്ഥാപനങ്ങൾക്ക് നിർമ്മാണ കരാർ സ്വന്തമാക്കാനുള്ള വിവരങ്ങൾ മുനിസിപ്പാലിറ്റി ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓഗസ്റ്റ് 27 അവസാന തീയതി. വിങ്സ് ഓഫ് റിലീഫിന്റെ നേതൃത്വത്തിൽ ആസ്റ്റർ ആക്സസ് ക്ലിനിക്കിന്റെ സഹായത്തോടെ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും ദുബായ് സോണാപൂരിലെ അൽ നുഐമുമായി കമ്പനിയുടെ ലേബർ ക്യാമ്പിൽ ജൂലൈ 7 സംഘടിപ്പിച്ചു. വിങ്സ് ഓഫ് റിലീഫ് സ്ഥാപക അംഗം അരുൺ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ റിലീഫ് ഫോറം ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് ഗിരീഷ് ചന്ദ് ഉദ്ഘാടനം ചെയ്തു. ആസ്റ്റർ മെഡിക്കൽ സെന്ററിൽ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് മാനേജർ സുമേഷ് നായർ, ആക്സസ് ക്ലിനിക് അസിസ്റ്റന്റ് മാനേജർ റോണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുടുംബകലഹത്തിന്റെ ഭാഗമായി വാട്സപ്പ് വഴി ഭാര്യയെ അപമാനിച്ച ഭർത്താവിന് 5000 ദിർഹം പിഴയും നാടുകടത്തലും വിധിച്ചു. തന്നെ അപമാനിച്ചെന്ന് കാണിച്ച് ഭാര്യ നൽകിയ പരാതിയിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഷാർജ അപ്പീൽ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. 50 വയസ്സ് പ്രായമുള്ള അറബ് വംശജരായ ദമ്പതികൾ വിവാഹിതരായിട്ട് 20 വർഷമായി. പരിചയത്തിലുള്ള മറ്റൊരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് ഇരുവരുടെയും ബന്ധം വഷളായത്. തുടർന്നായിരുന്നു ഭാര്യയെ അപമാനിക്കുന്ന തരത്തിലുള്ള സന്ദേശം അയച്ചത്. സൈബർ കുറ്റം ചുമത്തിയാണ് നടപടിക്ക് വിധേയനായ വ്യക്തിയെ കോടതി വിചാരണ ചെയ്തത്. ഖത്തറിലെ ക്ഷീര ഉൽപ്പന്ന വിപണിക്ക് കരുത്തേകാൻ ജർമ്മനിയിൽ നിന്നുള്ള ആദ്യ ബാച്ച് പശുക്കളെത്തി. സൗദി സഖ്യത്തിന്റെ ഉപരോധത്തെ തുടർന്ന് രാജ്യത്ത് ക്ഷീരവിപണിയിൽ പ്രതിസന്ധി നേരിടാതിരിക്കാനാണ് പശുക്കളെ ഇറക്കുമതി ചെയ്തത്. ഖത്തർ കമ്പനിയായ പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ് ചെയർമാൻ മൗദാസ് അൽ ഖയ്യാത്താണ് പശുക്കളെ വാങ്ങിയിരിക്കുന്നത്. ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ജർമ്മനി, ആസ്ട്രേലിയ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ബലദ്ന 4000 പശുക്കളെ വാങ്ങിയിരിക്കുന്നത്. ഇതിൽ ജർമ്മനിയിൽ നിന്നുള്ള 165 പശുക്കളാണ് ഇന്നലെ രാത്രി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. ഖത്തർ എയർവേസിന്റെ കാർഗോ വിമാനത്തിൽ ബുദാപെസ്റ്റ് വഴിയാണ് ജർമ്മനിയിൽ നിന്നും പശുക്കളെത്തിയത്. മികച്ച അളവിൽ പാൽ ചുരത്തുന്ന ആരോഗ്യമുള്ള പശുക്കളെയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള ഓരോ 3 ദിവസത്തിനുമിടയിലായി ബാക്കി പശുക്കളെയും രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യും. പ്രത്യേകം തയ്യാറാക്കിയ 60 ഖത്തർ എയർവേസ് കാർഗോ വിമാനങ്ങളിലാണ് 4000 പശുക്കളെയും ഇറക്കുമതി ചെയ്യുന്നത്. ഈ ആഴ്ചയിൽ തന്നെ ജർമ്മൻ പശുക്കളുടെ പാൽ വിപണിയിലെത്തുമെന്ന് ബലദ്ന അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 4000 പശുക്കളും എത്തിച്ചേരുന്നതോടെ വിപണിയിലെ 30% പാലുൽപ്പന്നങ്ങളും ബലദ്നയ്ക്ക് മാത്രമായി ഉറപ്പാക്കാൻ കഴിയുമെന്ന് നേരത്തെ തന്നെ കമ്പനി അധികൃതർ വെളിപ്പെടുത്തിയിരുന്നു. ക്ഷീര ഉൽപ്പന്നങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രധാന നടപടികളിൽ ഒന്നാണിത്. ദോഹയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ അൽഖോറിലെ അൽ ഹവായയിലാണ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ചൂടിൽ നിന്നും പശുക്കളെ സംരക്ഷിക്കാനായി അവ ജീവിച്ചിരുന്ന രാജ്യങ്ങളിലെ അതേ താപനില ക്രമീകരിച്ചുകൊണ്ടാണ് പ്രത്യേക ഫാമുകൾ ഇവയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. 70ഓളം ഫുട്ബോൾ ഗ്രൗണ്ടുകൾക്ക് സമാനമായ വിസ്തൃതിയിലാണ് ഫാം സ്ഥിതി ചെയ്യുന്നത്. കന്നുകാലികൾക്ക് ആഹാരത്തിനായി പുല്ലും ഇവിടെ വളർത്തുന്നുണ്ട്. $80 ലക്ഷം ചെലവിട്ടാണ് പശുക്കളെ രാജ്യത്തെത്തിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്നാണ് രാജ്യത്തേക്ക് ക്ഷീര ഉൽപ്പന്നങ്ങൾ കൂടുതലായും എത്തിയിരുന്നത്. എന്നാൽ ജൂൺ 5 മുതൽ ഖത്തറിനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനാൽ ക്ഷീരവിപണിയിൽ നേരിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഇത് പരിഹരിക്കാനായാണ് തുർക്കി, ഒമാൻ, കുവൈറ്റ്, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും നിലവിൽ രാജ്യത്ത് ക്ഷീര ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. ബലദ്നയുടെ പശുക്കൾ എത്തി തുടങ്ങിയതോടെ ജൂലൈ അവസാനത്തോടെ രാജ്യത്തെ ക്ഷീരവിപണിയിലെ ആശങ്ക അവസാനിക്കും. മാതൃഭൂമി ന്യൂസ്, ഖത്തർ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.